ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ടുഡേ I'd like to address one of the very common question that I get from the numerous enquiries. So എനിക്ക് numerous enquiries വരുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആൾക്കാരോട് പോയി പറഞ്ഞു നടക്കണോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സോ ദിസ് ആൻസർ ഇസ് ഫോർ യു ഇഫ് യു ഹാവ് ദ സെയിം ഡൗട്ട്. സോ നമ്മുടെ ബിസിനസ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ്. മറ്റേതൊരു ബിസിനസ്സും അവരുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ AI ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് AI എന്ന ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും യൂട്യൂബിലോ ഇമെയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ എവിടെയാണെങ്കിലും AI എന്ന ടെക്നോളജി നമ്മളെ റൈറ്റ് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും പോയി പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. സോ നിങ്ങളിപ്പോൾ ചിന്തിക്കും വാട്ട് ഈസ് AI എന്ന് പറയുന്നത് ഒരു മാൻ മെയ്ഡ് ഇൻവെൻഷനാണ്. സോ വാട്ട് ഈസ് ദാറ്റ് ഡു? അത് മെഷീനെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഇറ്റ് എനേബിൾസ് മെഷീൻ ടു അനലൈസ് ഡേറ്റ ആൻഡ് ദസ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് റീക്രിയേറ്റിംഗ് ഹ്യൂമൻ തിങ്കിങ്. അതായത് നമ്മളുടെ ഓരോ പ്ലാറ്റ്ഫോംസിലും നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഐഫോണോ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. സോ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വാച്ച് ചെയ്യുന്നത്, ഇതെല്ലാം ഇതിൻ്റെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റും ബിഹേവിയറും എല്ലാം ഫൈൻഡ് ചെയ്യാൻ ഈ ടെക്നോളജിക്ക് സാധിക്കും. സോ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ AI നോസ് ബെറ്റർ ദാൻ വി നോ ഓർസെൽവ്സ്. നമ്മളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ തന്നെത്താനെ നമ്മളെ മനസ്സിലാക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ AI മനസ്സിലാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈച്ച് ആൻഡ് എവറി ടാസ്ക് ദാറ്റ് വി ഡു ഇൻ ദ ഫോൺ ഓർ യൂസിങ് ദി ഇൻ്റർനെറ്റ് ഈസ് ബീങ് റെക്കോർഡ്. ഇതെല്ലാം റെക്കോർഡാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ മാർക്കറ്റിംഗ് എഫേർട്സ് എല്ലാം ചെയ്യുന്നത്. ഏതൊരു കമ്പനീസും ഇപ്പം അങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിയാലും നമുക്ക് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ്, ഒരു ഫേസ്ബുക്ക് പേജെങ്കിലും ഇല്ലാത്ത ബിസിനസ്സുകൾ വളരെ ചുരുക്കമാണിന്ന്. So that is the after effect of these advancements in the technology. സോ നമ്മളും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മാസീവാണ്. സോ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഒരു ലാർജ് ഓഡിയൻസിനെ റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടി സാധിക്കും. അതുകൂടാതെ ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഒക്കെ സിരിയോടും അലക്സയോടും ഒക്കെ ചോദിക്കുന്നവരാണ്. സോ വാട്ട് ഈസ് ഹാപ്പൻ ഇൻ ദാറ്റ് ടൈം? നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വോയിസ് ആ ഒരു ടെക്നോളജി റിക്കഗ്നൈസ് ചെയ്തിട്ട് അതിൽ സിമിലറായിട്ടോ ഫെമിലിയറായിട്ടോ ഉള്ള വേർഡ്സ് നോക്കി അവരുടെ ഡേറ്റാബേസിൽ സെർച്ച് ചെയ്ത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. സോ ഈ കൈൻഡ് ഓഫ് ടെക്നോളജി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ChatGPT അറിയാം. ChatGPT എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. നമുക്കൊരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ ChatGPTയോട് കൺവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് ഒരുപാട് ഹ്യൂമൻ ടച്ചുള്ള ഒരു ടെക്നോളജിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് ഓരോ ടാസ്കും വളരെ ഈസി ആയിട്ട് മാറുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യം അച്ചീവ് ചെയ്യാനും കൂടുതൽ ഓഡിയൻസിനെ റീച്ച് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ടുഡേയ്സ് വെബിനാർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ സൂൺ. സോ ഇന്നത്തെ പാനലിസ്റ്റ് നിഷയുണ്ട്. She is a registered nurse. She is from my own community. And Amina is there. She is a stay-at-home mom. So it could be really flexible for her. And Nikki J under. She is a care manager. And Florence is a next airline employee.
Jael is a registered nurse, Janet is an accountant, and Chisa is a nail technician. സോ ഇത്രയും പേരാണ് നമ്മുടെ ഇന്നത്തെ പാനലിസ്റ്റ് ആയിട്ടുള്ളത്. സോ ഇപ്പം ഞാൻ പാനലിസ്റ്റിൻ്റെ പേരും വിവരങ്ങളൊക്കെ പറഞ്ഞപ്പം യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ് ദേ ആർ പീപ്പിൾ ഫ്രം ഓൾ ഡിഫറെൻറ്റ് വോക്സ് ഓഫ് ലൈഫ്. സോ വൈ ഇസ് ദാറ്റ്? സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ ടെക്നോളജിക്കൽ എക്സ്പീരിയൻസോ ടെക്നിക്കൽ എക്സ്പീരിയൻസോ നോളജോ ഒന്നും ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിനൊരു തടസ്സമല്ല. കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ട്രെയിനിങ്സ് ഉപയോഗിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാനും റിസൾട്ട് കിട്ടാനും സാധ്യതയുള്ള ഒരു വെഞ്ചറാണിത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു വാച്ച് ദ വെബിനാർ, പ്ലീസ് റീച്ച് ഔട്ട് ടു www.jjkenlena.com. അവിടെ കയറി എൻക്വയറി പ്ലേസ് ചെയ്യുക. അതെൻ്റെ വെബ്സൈറ്റാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ലൈവ് വെബിനാർ വാച്ച് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ കിട്ടും. ഒന്നുകിൽ വെബിനാർ നിങ്ങൾ ലൈവായിട്ട് വാച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ടൈം കൺവീനിയൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെഷന് ഞാൻ അയച്ചു തരാം എൻക്വയറി പ്ലേസ് ചെയ്യുമ്പോൾ. സോ സീ യു ഓൾ ഇൻസൈഡ്. സോ സീ യു സൂൺ. ബൈ.